ഇവിടെ ഈ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന കെ.സി. വേണുഗോപാൽ അതിൽ കൂടുതൽ വിശദീകരണം നൽകുകയാണ്. ഞാൻ പറഞ്ഞത് ഈ കോവിഡ് ഇപ്പോൾ കുടിശ്ശിക നൽകുന്നതിനെയാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുടിശ്ശിക നൽകുന്നതിനെയാണ് കൈക്കൂലി എന്ന് ഞാൻ വിശദീകരിച്ചതെന്നാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വേണുഗോപാൽ വിശദീകരിക്കുമ്പോഴും ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ പറഞ്ഞ പ്രസ്താവന നമ്മുടെ മുൻപിലുണ്ട്. ഈ കുടിശ്ശിക അടുത്ത 2 സാമ്പത്തിക വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുമെന്ന്. നേരത്തെ തന്നെ ആ കുടിശ്ശികകൾ കൊടുത്തു തുടങ്ങിയതാണ്. അപ്പോഴൊന്നുമില്ലാത്ത വിമർശനം എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നു എന്ന ചോദ്യം വരുന്നില്ലേ? കൂടുതൽ പ്രതിസന്ധിയിലാണോ ഈ വിഷയത്തിൽ UDF ക്യാമ്പ്? മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് റിപ്പോർട്ട് ചെയ്തതുപോലെ നോക്കിയാൽ ഇന്ന് കെ.സി. വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ വിശദീകരണം നൽകാൻ നിർബന്ധിതനാവുകയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് UDFൻ്റെ നിലമ്പൂരിലെ കൺവെൻഷനിലായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തയാളാണ് കെ.സി. വേണുഗോപാൽ. അവിടെയാണ് പല നിലകളിലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെയൊക്കെ വിമർശിച്ചുകൊണ്ടോ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ഒക്കെ അദ്ദേഹം സംസാരിച്ചത്. അതിലൊരു ഭാഗമായിരുന്നു ഇത്. എന്നാൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോഴും ഇതിലെ ഒരു അപകടകരമായൊരു തലമുണ്ട്. കാരണം ആ മനുഷ്യരെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചത്. 62 ലക്ഷം, അതുതന്നെ ഏറ്റവും ഉയർന്ന ഒരു കണക്കാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങധികം മനുഷ്യർക്കാണ് 62 ലക്ഷം എന്ന് പറയുമ്പോൾ. ആ 62 ലക്ഷം മനുഷ്യർക്കാണ് ഈ പെൻഷൻ കിട്ടുന്നത്. അപ്പോൾ ആ മനുഷ്യരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വാങ്ങുന്ന ഓരോ മനുഷ്യനും അവരുടെ കുടുംബവും കൈക്കൂലിപ്പണം വാങ്ങുന്നവരാണ് എന്ന് പറയുമ്പോൾ അത് വളരെ സ്വാഭാവികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയൊരു തലത്തിലാണ് കൈരളി വാർത്താ സംഘം നിലമ്പൂരിൽ നിന്ന് ഇതിലെ അപകടകരമായ, തെറ്റായ, പ്രതിഷേധാർഹമായ ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൈക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, കൈരളി വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതേ തുടർന്നാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് പ്രതികരണങ്ങൾ വന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ വലിയ ചർച്ചയായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ വരാൻ തുടങ്ങി, സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകാൻ തുടങ്ങി. അവിടെയാണ് ഇന്ന് ദില്ലിയിൽ കെ.സി. വേണുഗോപാൽ MP-ക്ക് വീണ്ടും ഇതേക്കുറിച്ച് വിശദീകരണം നൽകാൻ നിർബന്ധിതനായി തീർന്ന സാഹചര്യം. മറ്റൊന്നുകൂടി നമുക്ക് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ UDF കൺവീനറായിരുന്ന MM ഹസൻ ഒരു പ്രഖ്യാപനം നടത്തി. ലൈഫ് മിഷൻ തങ്ങൾ 2021 കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ അവസാനിപ്പിക്കും, കിഫ്ബിയുടെ പരിപാടി അവസാനിപ്പിക്കും. അങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയ, മുന്നോട്ട് നയിച്ച, കേരളത്തിൻ്റെ വികസനത്തെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് പണം സമാഹരിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഏജൻസികളെ, മിഷനുകളെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് MM ഹസൻ പ്രഖ്യാപിച്ചു. അത് UDFനുണ്ടാക്കിയ തിരിച്ചടി വളരെ വലുതാണ് എന്ന് UDF തന്നെ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഓരോ ഘട്ടത്തിലും UDFന് നേരെ വലിയ വിമർശനമായി അത് ഉയരുന്നത്. ഏതാണ്ട് അതേ ഗണത്തിൽപ്പെടാവുന്ന ഒരു പരാമർശമാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ നടത്തിവെച്ചതാണ്. അത് കേരളത്തിലെ UDF നേതാക്കൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയ കൂടിയാലോചനകളിൽ ഇത് തിരിച്ചടിയാകുന്ന, ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് അവർ വിലയിരുത്തിയത്. അതിന് ബദലായി ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്ന് പറയാവുന്ന തരത്തിൽ തന്നെയാണ്. അതൊരു ദുർവ്യാഖ്യാനമാണ്. മനുവിനറിയാം, നമ്മളെല്ലാം കണ്ടതാണ്. അന്നത്തെ നിലമ്പൂരത്തെ LDFൻ്റെ കൺവെൻഷനിൽ എന്തുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുണ്ടായി? അത് ഒരു ചതിയുടെ ഫലമായി സംഭവിച്ചതാണ്. ആ ചതി എന്ന് പറയുന്നത് ആരാണ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമായി ഏവർക്കും മനസ്സിലാകും വിധത്തിലേക്ക് PV അൻവറിൻ്റെ രാജി അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന ആ ചതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ മലപ്പുറത്തെ ആകെ മുഖ്യമന്ത്രി അവഹേളിച്ചു എന്ന നിലയിലേക്ക് അതിനെ പരാമർശിക്കാൻ അവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അതിലെ അപകടവും അവിടുത്തെ പാളിച്ചയും മനസ്സിലാക്കി UDF നേതൃത്വം ഇപ്പോൾ പോകുന്നത് ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന അഭിമുഖത്തിന്റെ പേര് പിടിച്ചാണ്. പിന്നീട് നമ്മൾ കണ്ടതാണ് ഹിന്ദു തന്നെ ആ അഭിമുഖത്തിൽ ഇല്ലാത്ത പരാമർശത്തിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കൺവെൻഷനിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് ആ പഴയ അഭിമുഖം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവരുടെ വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നത്. അതാ മനു, അത് നിലനിൽക്കാത്തതായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വളരെ പഴയ ഒരു സംഭവമാണ്. അതിന്മേൽ ഒരുപാട് വിശദീകരണങ്ങൾ വരികയും അതെല്ലാം കഴിഞ്ഞുപോയ സംഗതിയാണ്. അതും ശ്രദ്ധിച്ചാൽ അറിയാം. അതും ഇതിന് ശേഷമല്ല. ഇതേ നിലമ്പൂരിലെ UDFൻ്റെ കൺവെൻഷനിലാണ് കെ.സി. വേണുഗോപാൽ തന്നെയാണ് ആ പത്രത്തിൽ വന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു സാധ്യത തേടൽ നടത്തിയത്. പക്ഷേ പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ അത് പഴകിയ, ജനങ്ങൾക്ക് ബോധ്യം വന്ന ഒരു സാഹചര്യം അതിനകത്തുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും വിധത്തിൽ
വിധത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടകൊടുത്ത PV അൻവറിൻ്റെ ഓരോ നടപടികളിലും അദ്ദേഹത്തിൻ്റെ തന്നെ തുടർ പ്രവർത്തികളിലൂടെ സർക്കാർ ഇക്കാര്യങ്ങൾ നടത്തിയ അന്വേഷണത്തിലൂടെ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചതിലൂടെയൊക്കെ അതിൻ്റെ വ്യക്തത ജനങ്ങൾക്ക് കൈവന്നതാണ്. നിലമ്പൂരിൽ അത് വീണ്ടും ഒന്ന് പയറ്റാൻ, രാഷ്ട്രീയമായി പയറ്റാൻ അന്നത്തെ ഈ കൺവെൻഷനിൽ KC വേണുഗോപാൽ തന്നെയാണ് ആദ്യം ഈ പ്രയോഗം നടത്തിയത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? നമ്മളിപ്പോൾ പറയുന്നത് പോലെ അവിടെ നിന്ന് ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, പാവപ്പെട്ട ആളുകളെ, പ്രായം ചെന്നവരെ, അങ്ങനെ വരുന്ന ഒരു 62 ലക്ഷം മനുഷ്യരെയും അവരുടെ കുടുംബങ്ങളെയും അവഹേളിക്കും വിധത്തിലേക്ക് കേവലം വളരെ പരിമിതമായ ഒരു രാഷ്ട്രീയ നിലവാരത്തിൽ നിന്നുകൊണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ഈ വിഷയത്തെ കണ്ടു എന്നിടത്ത് കാര്യങ്ങളാകെ മാറി. KC വേണുഗോപാൽ അതിനു മുമ്പിൽ പതറി നിൽക്കുന്ന സാഹചര്യം, വീണ്ടും വിശദീകരിക്കാൻ നിർബന്ധിതനായ സാഹചര്യം എന്നിടത്തേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലേക്ക് KC വേണുഗോപാലും അതുപോലെ UDFും ഈ വിഷയത്തിൽ വന്നെത്തിച്ചേർന്നിട്ടുള്ള കാര്യത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയുണ്ടായത്, മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. ശരത്ത്, ഒരു മിനിറ്റ്, ഞാൻ ശരത്തിലേക്ക് വരാം. നമുക്ക് KC വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി എത്തിയ VD സതീശന്റെ വാക്കുകൾ കൂടി കേൾക്കാം. വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കൊടുക്കുന്നു, ഇത് ആളുകളെ കബളിപ്പിക്കുന്നതല്ലേ എന്നാണ് VD സതീശന്റെ ഇന്നത്തെ ചോദ്യം. അതാണ് KC വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ? ഇപ്പോഴും ആ പരിപാടി തുടങ്ങുമോ? ഇപ്പോൾ പെൻഷൻ ഇത് വരും. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും. പെൻഷൻ കുടിശ്ശിക വന്നിട്ട് 3-4 മാസത്തെ കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുണ്ട്. നോക്കൂ, KC വേണുഗോപാൽ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ VD സതീശൻ ഇന്ന് പിന്തുണയായി ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിലൊക്കെ വസ്തുതാവിരുദ്ധതയുണ്ട് ഒരുപാട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ആ പെൻഷൻ കുടിശ്ശിക 2 സാമ്പത്തിക വർഷമായി കൊടുത്തു തീർക്കുമെന്ന്, 5 തവണയായി അത് കൊടുത്തു തീർക്കുമെന്ന്. ആദ്യ സാമ്പത്തിക വർഷം 2 തവണയും ഈ രണ്ടാമത്തെ സാമ്പത്തിക വർഷത്തിൽ 3 തവണയും. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇവർ കൈക്കൂലിയെന്ന് വിമർശിക്കുന്നത്. സ്വാഭാവികമായും പൊതുസമൂഹത്തിന് മുന്നിൽ ആ വിഷയം നിൽക്കുകയാണ്. ശരത്ത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് LDF നേതാക്കൾക്ക് വലിയ അവസരം ഇന്ന് കൈവന്നിരിക്കുകയാണ്. അവർ അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ 2 ഭരണകാലത്ത് സംഭവിച്ചത്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും പിണറായി സർക്കാരിൻ്റെ കാലത്തും സംഭവിച്ചത് എന്താണ്? നേരത്തെ ധനമന്ത്രി സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, അന്ന് ആകെ 32 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകിയിരുന്നത്. 9,000 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ചെലവഴിച്ചത്. അതും 18 മാസം കുടിശ്ശിക ഇട്ടു. പിന്നീടെത്തിയ പിണറായി സർക്കാർ 5 വർഷം കൊണ്ട് 37,000 കോടി നൽകി. അതിനുശേഷം രണ്ടാമത്തെ പിണറായി സർക്കാർ ഇതുവരെ 40,000 കോടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ലേ പെൻഷൻ എന്ന വിഷയത്തിൽ 2 സർക്കാരുകളുടെ കാഴ്ചപ്പാട് എന്താണെന്ന്? വളരെ കൃത്യമായ ഒരു അവസരമാണ്. അതെ, മനു പറഞ്ഞതുപോലെ താരതമ്യങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സാഹചര്യം UDF സ്വയം സൃഷ്ടിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, VD സതീശൻ ഇന്ന് KC വേണുഗോപാലിനെ ന്യായീകരിക്കുമ്പോൾ, പിന്തുണയ്ക്കുമ്പോൾ, ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് കൈക്കൂലിപ്പണമാണ് എന്ന് പറയാൻ അദ്ദേഹം പറയാൻ തയ്യാറായില്ല. ആ പദപ്രയോഗം നടത്താൻ VD സതീശൻ തയ്യാറായില്ല. പ്രത്യേകം ശ്രദ്ധിച്ചു എന്നിടത്ത് തന്നെയാണ് പരാമർശത്തിൻ്റെ അപാകത നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? 2 മുന്നണികളും തമ്മിൽ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുള്ളവരല്ലേ? ഇന്ന് രാവിലെ നമ്മളോട് തന്നെ M സ്വരാജ് LDF സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ അനുവദിച്ച സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്, EK നായനാർ സർക്കാരാണ്. രാജ്യത്ത് തന്നെ അത്തരമൊരു പെൻഷൻ സംവിധാനം ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ നിലയിൽ അപൂർവം അത് ആ നിലയിൽ രാജ്യത്തിന് മാതൃകാപരമായി ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു മുന്നണിയാണ് ഇടതുമുന്നണി. സ്വാഭാവികമായും ഇപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞതുപോലെ 2017 പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം 600 രൂപ, ആ 600 രൂപ എന്നുള്ളത് 500-ൽ നിന്ന് 600-ലേക്ക് മാറ്റുന്നതും അവസാന വർഷമാണ്. 2016 ഭരണം അവസാനിക്കും മുമ്പാണ് ഉമ്മൻചാണ്ടി സർക്കാർ 600 രൂപയാക്കുന്നത്. ആ 600 രൂപ 18 മാസത്തെ കുടിശ്ശിക അടക്കം ആ ഓണക്കാലം വരെയുള്ള അത് അടക്കം കൊടുത്തു തീർക്കാൻ കഴിയും വിധമുള്ള തീരുമാനമാണ് പിണറായി സർക്കാർ ആദ്യം സ്വീകരിച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു, പല പെൻഷനുകൾ കൂട്ടിയോജിപ്പിച്ചാണ് ഈ സർക്കാർ കൊടുത്തത്. അങ്ങനെ അത് 1000-ആക്കി. ഇനി വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ അപ്പോഴും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് 600 രൂപയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പെൻഷൻ 1000 രൂപയാക്കി. അദ്ദേഹം രാവിലെ ദില്ലിയിൽ പറഞ്ഞതൊന്ന് വീണ്ടും കണ്ടു നോക്കിയാൽ അറിയാം. അത് ഉയർത്തി 1000-ആക്കി പിണറായി സർക്കാർ 2016. 1000-ൽ നിന്ന് 1600-ലെത്തി. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലപാട്, 2500 വരെ എത്തിക്കണം എന്ന നിലപാട് പ്രകടനപത്രികയിൽ ഇടതുമുന്നണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കുടിശ്ശിക, നാമമാത്രമായ ചില മാസങ്ങളുടെ കുടിശ്ശിക എന്തുകൊണ്ട് സംഭവിച്ചു? അത് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ ഉദാസീനത കൊണ്ടോ ആണെന്ന് നാട്ടുകാർ പോലും പറയില്ല. കാരണം
ആ പണം കൊടുക്കാൻ വേണ്ടി, പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു. ആ പെൻഷൻ ഫണ്ട് ബോർഡിലൂടെ പണം സമാഹരിച്ച് അത് മെല്ലെ മടക്കി കൊടുത്ത് ആ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു. അതിലൂടെ സമാഹരിക്കുന്ന പണത്തെയും കേന്ദ്ര സർക്കാർ പൊതുകടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി അതിനെ നിശ്ചലമാക്കാൻ ഇടപെട്ടു, സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കി. അങ്ങനെ വന്ന മാസങ്ങളുടെ കുടിശ്ശിക പകരം കേരളം ചെയ്തത് എന്താണ്? കേരളം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടുന്നില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ, ആ തിരിച്ചറിവോടെ, യാഥാർത്ഥ്യ ബോധത്തോടെ പെരുമാറി കേരളത്തിൻ്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ, ധനവരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ ബജറ്റ് അവതരണത്തിലെ ധനകാര്യമന്ത്രിയുടെ ആദ്യ വാചകം മനു ഓർക്കുന്നില്ലേ? കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെതായ വരുമാനം കൂടി. അതായത് കേരളത്തിൽ 23% ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ വരുമാനം എന്നുള്ളത് കേരളം അത് 70-80 ഇടയിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ 80% എത്തിച്ചു. ആ ബാലൻസ് വരുന്ന 20% താഴെ മാത്രമാണ് കേന്ദ്ര വിഹിതം, കേന്ദ്ര വരുമാനം കേരളത്തിന് ലഭിക്കുന്നത്. അങ്ങനെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഈ പെൻഷൻ ഫണ്ട് ബോർഡിനെയൊക്കെ തടസ്സപ്പെടുത്തിയെങ്കിലും മെല്ലെ മെല്ലെ കുടിശ്ശികകൾ തീർത്തത്. കെ സി വേണുഗോപാൽ പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, ഈ തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചതല്ലേ, അതിന് തൊട്ടു മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശമ്പളവും പെൻഷനും അതോടൊപ്പം ഒരു ഗഡു കുടിശ്ശികയും കൊടുത്തിട്ടുണ്ട്. ഏപ്രിലും കൊടുത്തിട്ടുണ്ട്, മെയ്യിലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ ഇത്തരം ക്ഷേമ പരിപാടികൾ നിർത്തിവെക്കണം എന്നാണോ UDFൻ്റെ നിലപാടെന്ന ചോദ്യത്തിന് അവർ മറുപടി പറയണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരിടത്തു മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു നിബന്ധനകളും ഒരു ബുദ്ധിമുട്ടുകളും സംസ്ഥാനത്തിന് മേൽ ഇക്കാര്യങ്ങളിൽ ഇല്ല എന്നതുകൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്ക് സാധാരണക്കാർക്ക് കിട്ടേണ്ട പണം ആ നിലയിൽ കൊടുക്കുന്നതിനും അവരിലേക്ക് ആ പണം എത്തുന്നതിനും യാതൊരു തടസ്സവുമില്ല. പിന്നെ പൊളിറ്റിക്കലി ഇത് നിരന്തരം കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ് എന്ന് ഈ സർക്കാർ എന്നേ തെളിയിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായി ആ വഴിയിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നു, ഗഡുക്കളായി കൊടുത്തു തീർക്കുന്നു, ഒപ്പം അതാത് മാസത്തെ പെൻഷനും കൊടുക്കുന്നു. ഈ ക്രമീകരണം മുന്നോട്ട് പോകുന്നതിൽ എന്ത് അപാകതയാണുള്ളത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് പോലും, VD സതീശൻ പോലും കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ ഇത് കൈക്കൂലിയാണ് എന്ന് പറയാൻ തയ്യാറാകാതെയാണ്, അല്ലെങ്കിൽ വീണ്ടും ആ പരാമർശം ആവർത്തിക്കാൻ തയ്യാറായില്ല എന്നിടത്ത് തന്നെ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുമ്പോഴും അവർ ചെന്നുപെട്ട അപകടത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ തിരിച്ചടിയുടെ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്ന, ഈ പണം വാങ്ങുന്ന, പണം ലഭിക്കുന്ന സാധാരണക്കാരെ, പാവപ്പെട്ടവരെ, വൃദ്ധരെ, ഇവരെയൊക്കെ പ്രായം ചെന്ന മനുഷ്യരെ ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവർ പ്രയോഗിക്കുന്നു എന്ന വിമർശനം ശരിവെക്കുകയാണ് അവരുടെ നിരന്തരമായ ഈ വിശദീകരണങ്ങളിലൂടെ.